ഗൈസ്, ചില സമയത്ത് നമുക്കിങ്ങനെ നോൺ വെജ് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ക്രേവിങ്സ് വരുന്നത് എന്ത് കഴിക്കാനായിരിക്കും? വെജ് കഴിക്കാനായിരിക്കും അല്ലേ? ഹലോ ഗൈസ്, എൻ്റെ പേര് ഫാത്തിമ. സോ ഇന്ന് ഞങ്ങളുള്ളത് ഉഷസ് കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയായി. സീറോ എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും ഈ ഒരു ഹോട്ടലിൽ കയറിയെങ്കിലും സത്യം പറഞ്ഞാൽ ഈ ഒരു മസാല ദോശയുടെ ടേസ്റ്റ് ബിയോണ്ട് ദി ലിമിറ്റ് എന്ന് പറയാം. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പലതരം സൈഡ് ഡിഷസാണുള്ളത്. സാമ്പാറുണ്ട്, റെഡ് ചട്നി ഉണ്ട്, പുതിന ചട്നി ഉണ്ട്, നമ്മുടെ പിന്നെ കോക്കനട്ട് ചട്നി ഉണ്ട്. ഈ ഒരു മസാല ദോശയും ആ ഒരു മസാലയും ഒക്കെ കൂടെ ഒരു എടുത്തിടണം. അടിപൊളി ടേസ്റ്റാണേ. ആൻഡ് അതേപോലെ തന്നെ ഇതിൻ്റെ സാമ്പാറിനാണെങ്കിലും എല്ലാത്തിനും ഒരു പ്രത്യേക ഫ്ലേവറാണ്. എനിക്കതിൻ്റെ അകത്ത് കൂടുതൽ ഇഷ്ടമായത് ആ പുതിന ചട്നിയാണ് കേട്ടോ. ആൻഡ് എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടത് ആ ഒരു റെഡ് ചട്നിയാണ്, അതായത് നമ്മുടെ ടൊമാറ്റോ ചട്നി. ഞങ്ങൾ രണ്ടുപേരും കൂടെ സീറോ എക്സ്പെക്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒറ്റൊരെണ്ണവേ വാങ്ങിയുള്ളേ. ബിക്കോസ് വേറൊന്നുമല്ല, നമുക്കിത് കഴിഞ്ഞിട്ട് വേറൊരുപാട് പരിപാടികളുണ്ട്. പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഫുഡ് കഴിക്കേണ്ട പരിപാടി തന്നെ. ഒരു മസാല ദോശ കഴിച്ച് കഴിഞ്ഞതിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ചില സമയത്ത് നോൺ വെജിലേലും ടേസ്റ്റ് വെജിനായിരിക്കുമെന്ന്. സോ ആ ഒരു ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾക്ക് കഴിക്കാൻ കൊതി. എന്താണ് കഴിക്കാൻ കൊതി? വേറൊന്നുമല്ല, നല്ല അടിപൊളി ബിരിയാണി കഴിച്ചാലോ എന്നാഗ്രഹം. സോ ഉഷസ് കിച്ചൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മേപ്പിൾ ഹൗസ് എന്നറിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഉടനെ അങ്ങോട്ടേക്ക് വിട്ടു. എങ്ങോട്ടാണ്? ഈ കഴിച്ച വയറ് വെച്ച് പിന്നെ ഞങ്ങൾ മേപ്പിൾ ഹൗസിലേക്ക് വിട്ടു. മേപ്പിൾ ഹൗസിൽ ഞങ്ങൾ ആക്ച്വലി ഇതിന് മുമ്പും വന്നിട്ടുള്ളതാണ്. ആൻഡ് എപ്പോഴും ഞങ്ങൾ വാങ്ങുന്നത് ബീഫ് ബിരിയാണി ആയിരിക്കും. സോ ഞങ്ങളുടെ ആലപ്പുഴയിൽ അധികം ഈ ഒരു ചമ്മന്തി നമ്മുടെ ബിരിയാണിയുടെ കൂട്ടത്തിൽ ട്രൈ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റൊക്കെ എനിക്കിവിടെ വന്നപ്പോൾ ചമ്മന്തി ഞാൻ അധികം കൂട്ടില്ലായിരുന്നു. പക്ഷേ പതിയെ ഞാൻ ആ ചമ്മന്തിയുടെ അങ്ങ് ഫാനായി മാറി. എസ്പെഷ്യലി ഞാൻ തൃശ്ശൂർ നല്ല ബിരിയാണി എവിടെ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ ഞാൻ പറയുന്നത് മേപ്പിൾ ഹൗസിലെ തന്നെയാണ്. ബിക്കോസ് എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമ്മുടെ ബീഫ് എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് സോഫ്റ്റാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബീഫ് ബിരിയാണി വാങ്ങുവാണെങ്കിൽ 2 പേർക്ക് നല്ല ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ റൈസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും അവർ തന്നുകൊണ്ടിരിക്കും. എനിക്ക് ഈ ഒരു ബിരിയാണി കഴിക്കുമ്പം എപ്പോഴും തോന്നിയിട്ടുള്ളത് തമിഴ്നാട് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പാലക്കാട് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോഴേക്കും റാവുത്തർ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഞാൻ റാവുത്തർ ബിരിയാണി കഴിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ആ ഒരു രീതി വരുന്നുണ്ട്. ആൻഡ് ഇത് അടിപൊളിയാണ് കേട്ടോ. ഒരുപാടധികം നമുക്ക് ബീഫും കിട്ടും, നല്ല സോഫ്റ്റ് ബീഫുമാണ്. ആൻഡ് ബീഫ് ലവറൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് നമ്മുടെ മേപ്പിൾ ഹൗസിലെ ബീഫ് ബിരിയാണി. ആൻഡ് ഇവർക്ക് സറൗണ്ടിങ്സിൽ ഇവർക്ക് ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടോ. ആൻഡ് സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ഇവരുടെ ഈ ഒരു സംഭവം അവൈലബിൾ ആണ്. ആൻഡ് അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് മേപ്പിൾ ഹൗസിൽ പോകാവുന്നതാണ്. ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.